Today we are going to see glass transition temperature. Very important point ആണ്. നമ്മളൊരു ഓർഡിനറി റബ്ബർ ബോൾ -70 ഡിഗ്രിയിലേക്ക് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര കട്ടിയുള്ളതും ബ്രിറ്റിലുമായിട്ട് മാറും, പൊട്ടിപ്പോവും താഴെ. ഗ്ലാസ് പോലെ താഴെ വീണാൽ പൊട്ടിപ്പോവും. ഇതിൻ്റെ കാരണം there is a temperature boundary for all amorphous polymers. അമോർഫസ് ആയിട്ടുള്ള പോളിമേഴ്സിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൻ്റെ എബോവ് ആണ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് സോഫ്റ്റ്, ഫ്ലെക്സിബിൾ, റബ്ബറി, ആൻഡ് ബിലോ ഇറ്റ് ബിക്കംസ് ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ ലൈക്ക് ഗ്ലാസ്. And this temperature, below which the polymer is hard and brittle like a glass and above which it is soft, is called the glass transition temperature. Glassy എന്നുള്ള transition temperature അതാണ്. And the hard brittle state is called the glassy state, and the soft flexible rubber പോലെ elasticity ഉള്ള state, flexible state just as the rubbery state, is called the viscoelastic state. ഇനിയും ഈ സ്റ്റേറ്റിൻ്റെ മുകളിലേക്ക് ഹീറ്റ് ചെയ്താൽ ഈ അൺക്രോസ്ഡ് ലിങ്ക്ഡ് പോളിമർ ആണെങ്കിൽ അത് വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങും. And this state is called the viscofluid state, and that temperature is called the flow temperature. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ പടം കാണാം. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് ലോ ടെമ്പറേച്ചേഴ്സിലാണ്. ലോ ടെമ്പറേച്ചേഴ്സ് ഗ്ലാസി സ്റ്റേറ്റ് ആയിരിക്കും. അത് ഗ്ലാസ് പോലെ ബ്രിറ്റിലായിട്ട് പൊട്ടും. ഒരു പ്രത്യേക ടെമ്പറേച്ചർ, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അത് റബ്ബറി പോലെ വിസ്കോ എലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് എത്തും. എലാസ്റ്റിസിറ്റി കാണിക്കാൻ തുടങ്ങും. റബ്ബർ പോലെ വലിക്കാനൊക്കെ സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെയും കുറേയും കൂടെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ലൈക്ക് എ ലിക്വിഡ്. സോ ദാറ്റ് ഇസ് കോൾഡ് ദ വിസ്കോഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഇത് വിസ്കോഎലാസ്റ്റിക് സ്റ്റേറ്റ്. ആൻഡ് ബിലോ ദ ഗ്ലാസ് ട്രാൻസിഷൻ ഇറ്റ് ഇസ് കോൾഡ് ദ ഗ്ലാസി സ്റ്റേറ്റ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിനെയാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ below which it is hard and brittle and above which it is rubbery, just like rubbers or viscoelastic state. Now we will see the factors of it in Tg. ഒരു റബ്ബറി സ്റ്റേറ്റ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെഗ്മെന്റൽ ഓർ മോളിക്കുലർ മോഷൻ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ രണ്ട് ടൈപ്പ് മോഷൻസ് ഉണ്ട്. സെഗ്മെന്റൽ മോഷൻ എന്ന് പറയുന്നത് അത് ലോക്കലൈസ്ഡ് ആണ്. അതിനെ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ മൈക്രോ ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ആൻഡ് ദ മോളിക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ മോഷൻ ഓഫ് ദ പോളിമർ. അത് രണ്ടും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് we have to take into consideration. So first of all we have to see the size and geometry of the polymeric chain, then the flexibility of the chain and the type of molecular aggregates formed. ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഈ മോഷൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്. A polymer is found to have great crystallicity if the molecular geometry allows the formation of a definite molecular orientation that gives rise to long range dimensional order. നമ്മളൊരു പോളിമർ ക്രിസ്റ്റലൈൻ ആണെന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഒരു പെർഫെക്റ്റ് ഓർഡർ ഉണ്ടാവണം. അതിൻ്റെ ചെയിനാണ്. അപ്പോൾ ചെയിനിന് ഇങ്ങനെ പെർഫെക്റ്റ് ഓർഡർ ഉണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ക്രിസ്റ്റലൈൻ. Polymers having symmetric or stereoangular structures are crystalline. അപ്പം ഒരേ അറേഞ്ച്മെൻറ്റ് ഉള്ള പോളിമേഴ്സ്, സിമെട്രിക്കൽ ആയിട്ടുള്ള പോളിമേഴ്സ് അല്ലെങ്കിൽ ഒരേ അറേഞ്ച്മെൻറ്റ് ഉള്ള പോളിമേഴ്സ്, they are found to be generally crystalline. And polymer with irregular chain backbone or randomly placed side groups are non-crystalline or amorphous. നമുക്കറിയാം ചെയിന് ഇവിടെയൊക്കെ ബ്രാഞ്ചസ് പലയിടത്തായിട്ട് ഇറഗുലർ ബ്രാഞ്ചസ് ഉള്ളത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉള്ളത്, റാൻഡമായിട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറേഞ്ച് ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള പോളിമേഴ്സ് എല്ലാം അമോർഫസ് ആയിരിക്കും. ഇനി സെഗ്മെന്റൽ ആൻഡ് ചെയിൻ മൊബിലിറ്റീസ് ദേ ആർ മച്ച് ഈസിയർ ഇൻ അമോർഫസ്. അമോർഫസ് എന്ന് പറയുന്നതിന് പ്രത്യേക അറേഞ്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ട് സെഗ്മെന്റൽ മോഷൻ അല്ലെങ്കിൽ ചെയിൻ മൊബിലിറ്റി പെട്ടെന്ന് നടക്കും. അപ്പം ദാൻ ഇൻ ക്രിസ്റ്റലൈൻ പോളിമേഴ്സ്. കാരണം ക്രിസ്റ്റലൈൻ പോളിമേഴ്സ് അതിന് പെർഫെക്റ്റ് ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊരു ഫിക്സ്ഡ് പൊസിഷൻസിൽ ഇരിക്കും, അതിന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ചെയിൻ സെഗ്മെന്റ്സ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അതിനെന്തോരം ഫ്രീഡം ഉണ്ടെന്ന് നോക്കിയിട്ട്, വിച്ച് ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ് ക്യാൻ റൊട്ടേറ്റ് അബൌട്ട് ദ കോവാലന്റ് ബോൺസ് അലോങ് ദ ചെയിൻ ബാക്ക് ബോൺ. അപ്പം ലീനിയർ പോളിമർ ചെയിൻസ് ആണെങ്കിൽ മെയ്ഡ് ഓഫ് കാർബൺ 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 ഓക്സിജൻ കാർബൺ നൈട്രജൻ അങ്ങനെയുള്ളതിന് നല്ല ഫ്രീഡം ഉണ്ട്, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ
കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. പക്ഷേ ബെൻസീൻ റിങ്സ്, സൈക്ലിക് സ്ട്രക്ചർ ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ളതിന്, അല്ലെങ്കിൽ ബൾക്കി സൈഡ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻ വരും. എന്തിൽ? ഫ്രീഡം ഓഫ് റൊട്ടേഷനിൽ റെസ്ട്രിക്ഷൻ വരും. അങ്ങനെയാവുമ്പോൾ സെഗ്മെന്റൽ മോഷൻ ബുദ്ധിമുട്ടാണ്. Greater the freedom to rotate, greater will be the segmental motion and more flexible are the chain segments. അപ്പോൾ ഫ്രീഡം കൂടുതലുണ്ടെങ്കിൽ ചെയിൻസിന് ഒരു മോളിക്യൂളിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ എളുപ്പമുണ്ട്, ഫ്രീഡം കൂടുതലുള്ളത്. അപ്പോൾ അമോർഫസ് ആണെങ്കിൽ പെട്ടെന്ന് അത് മൂവിങ് നടക്കും. So the magnitude of molecular aggregation can similarly determined by the intermolecular forces. അപ്പോൾ ഈ നമുക്ക് പെട്ടെന്ന് മോഷൻ ഉണ്ടെങ്കിൽ എന്താണ്, അത് റബ്ബറി സ്റ്റേറ്റിലേക്ക് പെട്ടെന്നാവും. അപ്പം TG വാല്യൂ കുറവായിരിക്കും. പക്ഷേ ക്രിസ്റ്റലൈൻ പോളിമേഴ്സ് ആണെങ്കിൽ, പ്യുവർ ക്രിസ്റ്റലൈൻ പോളിമേഴ്സ് ആണെങ്കിൽ അതിന് TG ഇല്ല, കാരണം അതിൻ്റെ റൊട്ടേഷൻ ഹൈലി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതിന് റബ്ബറി സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റില്ല. പക്ഷേ സെമി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് കുറച്ച് ഇത് ഒരു റെഗുലർ അറേഞ്ച്മെന്റ് കാണും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇറഗുലേർഡ് ആയിട്ടുള്ള എൻടാങ്കിൾഡ് ആയിട്ടുള്ള പോളിമർ ചെയിൻസും കാണും. അപ്പോൾ അത് സെമി ക്രിസ്റ്റലൈൻ ആണ്. അപ്പോൾ സെമി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള പോളിമേഴ്സ് ആണെങ്കിൽ അതിന് TG ഉണ്ടാവും. പ്യുവർ ക്രിസ്റ്റലൈൻ ഉള്ള പോളിമേഴ്സ് ആണെങ്കിൽ അതിന് TG ഉണ്ടാവില്ല. ഇനി the magnitude of molecular aggregation can be similarly determined by intermolecular forces. Intermolecular forces അനുസരിച്ച് നമുക്ക് ഈ അഗ്രിഗേഷൻ കൂടി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇൻ ഹൈഡ്രോകാർബൺ പോളിമേഴ്സ് മോളിക്കുലർ അഗ്രിഗേറ്റ്സ് ദേ ആർ നോട്ട് മച്ച് സ്ട്രോങ്. ഹൈഡ്രോകാർബൺ പോളിമേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ കൂടിക്കിടക്കുന്ന അഗ്രിഗേറ്റ്സ് അത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അതിൻ്റെ കാരണം എന്താ? അവിടെ വാണ്ടർവാൾസ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ദേ ആർ ഫ്രീ ടു മൂവ്, അല്ലെങ്കിൽ ദേ ക്യാൻ സ്ലിപ്പ് പാസ്റ്റ് വൺ അതർ. അതായത് നമ്മുടെ രണ്ട് ചെയിൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. ഇനി പോളിമർ ചെയിൻസ് ഹാവിങ് പോളാർ ഗ്രൂപ്പ്സ് ഉള്ള ചെയിൻ ആണെങ്കിൽ നമുക്കറിയാം ഇൻട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോളാർ നേച്ചർ ഉള്ളതായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ദ വാണ്ടർവാൾസ് ഫോഴ്സ്. അപ്പോൾ അത് നെയ്ബറിങ് ചെയിൻസ് തമ്മിൽ അല്ലെങ്കിൽ നെയ്ബറിങ് ഡൈപോൾസ് തമ്മിൽ കൂടുതൽ സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ദർ ഇസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ രണ്ട് ചെയിൻസ് തമ്മിൽ പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കനോട്ട് സ്ലിപ്പ് പാസ് ഈച്ച് അതർ. അപ്പോൾ അതിന് പെട്ടെന്ന് സെഗ്മെന്റൽ മോഷൻ വരില്ല, അതിന്റെ TG വാല്യൂ ഹൈ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഹിൻഡറൻസ് കോസ് ടു സെഗ്മെന്റൽ മോഷൻ ആൻഡ് intermolecular cohesive forces restrict the segmental and intermolecular forces, as a result of which the chains are held down to positions in minimum potential. അപ്പോൾ ഈ സെഗ്മെന്റൽ മോഷൻ അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ കോഹെസീവ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് സെഗ്മെന്റൽ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ഫിക്സ് പൊസിഷനിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന് TG വാല്യൂ വിൽ ബി ഹൈ. Now these are all the factors affecting TG. Number 1 is the chemical structure. Molecular weight ആണ് ഒരെണ്ണം. In straight-chain polymers, increase in molecular weight leads to decrease in chain end concentration, resulting in decreased free volume at the end groups, and that will increase the TG value. Example ആയിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. We can see how the TG varies with the molecular weight. Then you will understand